ബേസിക്കലി നമ്മൾ എല്ലാവരും മെഡിക്കൽ കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പം അവർ പറയുന്നത് അവരുടെ യോഗ്യത അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ സാധ്യത കറക്റ്റായിട്ടുള്ളതാണെന്ന് നമുക്ക് തന്നെ ഒരു അസസ്മെൻ്റ് എടുത്തിട്ടേ ചെയ്യാവുള്ളൂ. ഞാൻ എൻ്റെ ഇതിൽ പറയുകയാണ്, ഞാൻ ഡോക്ടർ ജോളി തോമസും. ഞാൻ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലാണ്. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ട്രെയിനിങ്ങുകളും ചെയ്തിരുന്നു. ഇതിപ്പം യൂട്രസും ഒവേറിയൻ ക്യാൻസേഴ്സും ഒവേറിയൻ ട്യൂമേഴ്സും യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ഏർലി പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വേറൊരു കാര്യം കൂടി ഈ ഇൻഫെർട്ടിലിറ്റിയും കൂടെ ആയിരുന്നു, അതായത് വന്ധ്യത സംബന്ധമായിട്ടുള്ളതായിരുന്നു എൻ്റെ ഇനീഷ്യൽ കാലഘട്ടത്തിൽ പ്രാക്ടീസിൽ വരുന്നത്. അവിടെയും ജീവിതശൈലിയും കറക്ഷനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പം ബേസിക്കലി ഈ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിന് ജീവിതശൈലി കറക്ഷൻ കൊടുത്താണ് ഞാൻ ഈ ജീവിതശൈലി കറക്ഷൻ്റെ ഇത്ര ഇഫക്റ്റീവ് ആണെന്നുള്ള ഒരു നോളജിലേക്ക് തന്നെ വരികയും പിന്നെ ഫുൾ ടൈം എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെയും കറക്ഷനിലേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോട്ടോക്കോൾ ഉണ്ടാക്കി ഒരു CSLC ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോക്കോൾ എന്നുള്ളത് ഉണ്ടാക്കി അത് വെച്ചിട്ട് ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല വന്ധ്യതയോ അല്ലെങ്കിൽ ഒബേസിറ്റിയും പോലെയുള്ളത് മാത്രമല്ല മറ്റ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനത്തെ ഹാർട്ട് ഡിസീസ്, ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് അങ്ങനെ എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഓവറിയും യൂട്രസും തമ്മിലുള്ള ക്യാൻസറും അതുമായിട്ട് ബന്ധപ്പെട്ട മുഴകൾക്കുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ നേരത്തെ കൊടുത്തിരുന്ന ഏറ്റവും പ്രധാനം കൊടുത്തിരുന്നത് ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്യാനും കൂടെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് വളരെ യങ് ലേഡീസിന് മുതൽ 28ഉം 10ഉം 25ഉം 28ഉം 30ഉം വയസ്സ് അപ്പോഴേക്ക് ഫാമിലി കുട്ടികളൊന്നും ആകുന്നതിന് മുമ്പ് തന്നെ പലരും ക്യാൻസറും മറ്റു ഒവേറിയൻ ട്യൂമറും യൂട്രൈൻ ഫൈബ്രോയിഡ്സും ഒക്കെ കാണുന്നുണ്ട്. അപ്പം അതിലും കൂടെ അതിന് എങ്ങനെ അവരുടെ ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്യാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതും കൂടെ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.